ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ സാറേ ഞാൻ വരുമ്പോൾ പറഞ്ഞിരുന്നല്ലോ. ഇത് നമ്മൾക്ക് 2 ഫാർമേഴ്സിനെ നമുക്ക് വലിയ ശമ്പളം കൊടുത്തിട്ട് ഒരു ഫാർമേഴ്സിൻ്റെ ഡെയിലി ഒരു 1000 രൂപ കൂലി നടക്കില്ല. ഈ 2 ഫാർമേഴ്സിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് നമ്മളെ കൊണ്ട് ഇത് സാധിക്കുന്നത് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിൽ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ 15 കൊല്ലത്തിന് ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെ ബേസ് ചെയ്തിട്ട് മാസം 1000-10,000 ഇങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക, 15 കൊല്ലം കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ എത്ര കാശുള്ള ഒരാളാണെങ്കിൽ പോലും അയാളതിൻ്റെ മുതിരില്ല. ഇല്ല അയാൾ ഏത് സമയത്ത് ശങ്കിച്ചുകൊണ്ടിരിക്കും ഇത് എന്ന് കിട്ടാനാണ് 15 കൊല്ലം വരെ വേണ്ടത്. അങ്ങനെ ഒരു ചിന്തടിസ്ഥാനത്തിലാണ് പലരും ഇതിൻ്റെ ഈ സയൻറ്റിഫിക് മെത്തേഡൊക്കെ സാറ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചോന്നല്ല. ഇത് സർക്കാർ 2002 ഇവിടെ IWC എന്നുള്ള ഡോക്ടർ ശ്യാം വിശ്വനാഥ് സാർ വന്നിരുന്നു. സാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ 2002 മുതൽ റവല്യൂഷൻ, അതായത് ഇവിടെ നിയമങ്ങളിലൊക്കെ ഒരു മാറ്റം വന്നതിന് ശേഷം തന്നെ ശാസ്ത്രീയമായി ഇതിൻ്റെ മെത്തേഡ് അനൗൺസ് ചെയ്യപ്പെട്ടു, കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതിലേക്ക് വരാൻ ആരുണ്ടെന്നുള്ളതാണ്. അതിന് പ്രധാന കാരണങ്ങളായിട്ട് നമ്മളുടെ ഒരു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് 15 കൊല്ലം വരുന്ന ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറല്ല. എത്ര ക്യാഷ് കയ്യിലുള്ള ഒരാളാണെങ്കിൽ പോലും 15 കൊല്ലത്തിന് ശേഷമേ റിട്ടേൺസ് കിട്ടുള്ളൂ എന്ന് കരുതി അവൻ എത്ര ക്യാഷ് ഇതിനു വേണ്ടി മാറ്റിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കഴിവുള്ളവർ പോലും ക്യാഷുള്ളവർ പോലും ഇതിനെ ചെയ്യാൻ തയ്യാറല്ല. റിയൽ കമ്പനി പാലക്കാട് ജില്ലയിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് വളരെ വിജയകരമായും ശാസ്ത്രീയമായും സുരക്ഷിതമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ചന്ദന കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ. താങ്ക് യു.